ഹായ് ഫ്രണ്ട്സ്, നവറാസ് ഫുഡ് കോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയുമായാണ്. വളരെ ടേസ്റ്റിയായി നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. നെമ്മീൻ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ നെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് അരപ്പ് പുരട്ടിയെടുക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടികളെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ കഷ്ണം മീനായിട്ടിട്ട് നല്ലതുപോലെ അരപ്പൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളും നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ വരെ ഈ അരപ്പെല്ലാം ഒന്ന് മീൻ കഷ്ണങ്ങളിൽ പിടിച്ച് വരട്ടെ. നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 കിലോ ബിരിയാണി അരി നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 തക്കോലം, കുറച്ച് കറുകപ്പട്ട, ഒരു 4-5 ഗ്രാമ്പു, 2 ഏലക്ക എല്ലാം കൂടെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി രമ്പ ഇലയോ ബിരിയാണി ഇലയോ ചേർത്ത് കൊടുക്കാം. നമ്മളിട്ട് കൊടുത്ത സ്പൈസസ് എല്ലാം നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബിരിയാണി അരി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് വരെ ഫുൾ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അരിയിൽ എന്തെങ്കിലും പശയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഈ വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് മാറിക്കിട്ടും. അരിയുടെ ഈർപ്പമെല്ലാം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള തിളച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഞാനിതിനകത്ത് വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും 1 നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അരി ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് വെയിറ്റ് ഇട്ടതിന് ശേഷം 1 വിസിൽ കേൾക്കുന്നവരെ വേവിക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മീൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്, അതാവും നല്ലത്. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് മൊരിഞ്ഞ് കിട്ടണമെന്നില്ല, ഏകദേശം ഒരു 75% നമുക്ക് ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കണം. അതിനായി മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി വന്ന ഓയിലിൽ നിന്ന് തന്നെ കുറച്ചെടുത്താണ് ഗ്രേവി തയ്യാറാക്കേണ്ടത്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5 സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്.
കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്യാനും ചോറിനുമൊക്കെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് അതനുസരിച്ചുള്ള ഉപ്പ് ചേർത്താൽ മതിയാകും. സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ ഒരുവിധം വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ സവാള ഒരുവിധം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. സവാളയും തക്കാളിയും ഒക്കെ നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്താൽ മതിയാകും. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പൊടികളുടെ എല്ലാം പച്ചമണമൊന്നും മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. തൈരും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഗ്രേവിയുടെ മുകളിൽ നിരത്തി കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ മുകളിൽ വെക്കുന്നതുകൊണ്ട് മീനിൻ്റെ രുചിയെല്ലാം ഗ്രേവിയിലിറങ്ങി കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം കുറച്ച് നേരം. അടുത്തതായി നമുക്ക് കുറച്ച് നട്ട്സും കിസ്മിസും കൂടി വറുത്തെടുക്കാം. അതിനായിട്ടൊരു ഫ്രൈ പാനിൽ നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ നട്ട്സ് ഇട്ട് മൂത്തതിന് ശേഷം നമുക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. നട്ട്സും കിസ്മിസും ഒക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി വന്ന നെയ്യിൽ ഒരു സവാള കനം കുറച്ച് അരിഞ്ഞതും കൂടെ മൂപ്പിച്ചെടുക്കാം. സവാള പെട്ടെന്ന് ബ്രൗൺ നിറമാകാനും ഒരു ക്രിസ്പിനെസ്സിനും വേണ്ടി 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. സവാള നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മൂപ്പിച്ച സവാള ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ബിരിയാണിയുടെ ചോറ് റെഡിയായോ നോക്കാം. വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നമുക്കത് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചോറ് നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിയുടെ മുകളിൽ നിന്നും മീൻ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് മസാലയും ചോറും കൂടി അടുക്കി വയ്ക്കാം. ബിരിയാണി സെറ്റ് ചെയ്യാനായി എടുക്കുന്ന പാത്രത്തിൽ ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരൽപ്പം മസാലയും കൂടെ നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് അതിന് മുകളിലായി ചോറ് നിരത്തി കൊടുക്കാം. ചോറ് ഒരു ലെയർ കവർ ചെയ്തതിന് ശേഷം നമുക്ക് അതിന് മുകളിലായി കുറച്ച് മഞ്ഞൾപ്പൊടിയും പാലും കൂടി കലക്കിയത് ചുറ്റാകെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചോറിനൊരു നിറം വരാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് അതിന് മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും സവാളയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി വിതറി കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറായി വീണ്ടും ചോറ് തന്നെ ഫുള്ളായിട്ട് ഒന്നുകൂടി കവർ ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇനി നമുക്ക് മസാല നിരത്തി കൊടുക്കാം.
മസാല ഫുള്ളായി കവർ ചെയ്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് വീണ്ടും അടുത്ത ലെയറായി ചോറ് നിരത്തി കൊടുക്കാം. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാനിപ്പോൾ മഞ്ഞപ്പൊടിയും പാലും കൂടെ കലക്കിയത് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് മുകളിലേക്ക് വീണ്ടും വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ്, കിസ്മിസ്, സവാള ഇതെല്ലാം ഇട്ടതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്നുകൂടി വിതറി കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടി മുകളിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചോറിന് മുകളിലെടുത്ത് വയ്ക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ നിരത്തി വെച്ചതിന് ശേഷം ഇനി നമുക്ക് മൂടി വെച്ച് 5 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് ദം ചെയ്തെടുക്കാം. 5 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. നമ്മുടെ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മസാലയുടെയും മീനിൻ്റെയും നെയ്യിൻ്റെയും ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. വളരെ ടേസ്റ്റിയായ ഈസിയായ ഒരു ബിരിയാണിയാണിത്. നെമ്മീന് പകരം നമുക്ക് ആവോലിയും വേളാപ്പാരയും ഒക്കെ ഉപയോഗിച്ച് ഈ ബിരിയാണി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.